അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഹാദിൽ അമീൻ സയ്യിദിനാ മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി വഇത്രതിഹി വമൻ വാലാ അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മനുഷ്യന് അല്ലാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു വരദാനമാണ് സമയം എന്നുള്ളത്. ഈ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുന്നതിൽ അപാകത സംഭവിക്കുന്നിടത്താണ് മനുഷ്യൻ്റെ പരാജയം നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഹദീസ് നാം എല്ലാവരും എത്രയോ തവണ കേട്ടതാണ്. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമ കസീറുൻ മിനന്നാസ് അസ്ഹത്തു വൽ ഫറാ എന്നുള്ളത്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ അശ്രദ്ധമായി പോകുന്നത് അല്ലെങ്കിൽ അമാന്തത കാണിക്കുന്ന രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന് സമയം, മറ്റൊന്ന് അവൻ്റെ ആരോഗ്യം എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമിക വൈജ്ഞാനിക മണ്ഡലത്തിൽ നിർലോഭമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ അല്ലെങ്കിൽ പൂർവ്വസൂരികൾ നമുക്ക് മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ സമയത്തെ എങ്ങനെ വിനിയോഗിച്ചു, അല്ലെങ്കിൽ അവർ സമയത്തെ എത്രത്തോളം വില മതിച്ച് കണ്ടിട്ടുണ്ട്, അതിന് എത്രത്തോളം റിസൾട്ട് അവരുടെ ജീവിത വീതിയിൽ അവർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സിറിയൻ പണ്ഡിതനായിട്ടുള്ള അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ എന്നുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹം രചിച്ചിട്ടുള്ള ഖീമത്തുസ്സമൻ ഇൻദൽ ഉലമ എന്നുള്ള ഒരു കിതാബിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിൻ്റെ ഒരു റിവ്യൂ ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അബൂ ഖുദ്ദയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സിറിയൻ പണ്ഡിതനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ഈ വിജ്ഞാനത്തോട് അല്ലെങ്കിൽ വിജ്ഞാനം അതിനെ കരസ്ഥമാക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പണ്ഡിതരിൽ നിന്ന് അദ്ദേഹം തേടാൻ വേണ്ടി അശാന്ത പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് തന്നെ വലിയ പണ്ഡിത കേസരികളിൽ പെട്ട മുസ്തഫ സുർഖ പോലത്തുള്ള മഹത്തുക്കളായിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ നിന്ന് അദ്ദേഹം ഇൽമു പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു ഖീമത്തുസ്സമൻ എന്നതിലപ്പുറം മറ്റു പല ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മാഗ്നം ഓപ്പസായി കണക്കാക്കുന്ന ഒരു ഗ്രന്ഥമാണ് സഫഹാത്തും മിൻ സബരിൽ ഉലമ എന്ന് പറഞ്ഞിട്ടുള്ള. ഇതുപോലെ ഉലമാക്കൾ അവരുടെ ജീവിത യാത്രകളിൽ കഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ മുന്നോട്ട് നയിക്കുന്ന അവരുടെ ജീവിതത്തിൽ അവർ മുന്നേ കണ്ടിട്ടുള്ള ക്ലേശതകൾ അത് എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഈ വിജ്ഞാനത്തിന് വേണ്ടി അവർ സഹിച്ചിട്ടുള്ള ക്ലേശതകൾ എത്രത്തോളമാണെന്ന് വിവരിക്കുന്ന ഒരു വലിയ ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥം. അങ്ങനെ ഒട്ടനേകം ഗ്രന്ഥങ്ങൾ രചിച്ച വലിയൊരു മുഫസ്സിറാണ്, മുഹദ്ദിസാണ് അദ്ദേഹം. ഈ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമ്മുടെ ഇമാമിങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇമാം നവവി പോലെ അല്ലെങ്കിൽ ഇമാം അബൂ ഹനീഫ, അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള അബൂ യൂസുഫ്, അതുപോലെ മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി എന്നിവരൊക്കെ സമയത്തെ അല്ലെങ്കിൽ അവരുടെ ഇൽമിനെ ഇത്രത്തോളം ഉന്നതിയിലെത്താൻ അല്ലെങ്കിൽ അവർ ഇത്രത്തോളം അഗ്രേസരന്മാരായി ഒരു പണ്ഡിത കുലപതികളായി നിലനിൽക്കാൻ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നത്. ഇതിൻ്റെ ഒരു മെത്തഡോളജി എന്നുള്ളത് അദ്ദേഹം കൂടുതൽ നഖല് അദ്ദേഹത്തിൻ്റെ ഒരു മുഖദ്ദിമയിൽ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഏകദേശം 20ഓളം വർഷങ്ങളെടുത്തിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള താരീഖ്, തഫ്സീറുകൾ ഇതിൽ നിന്നുള്ള കടഞ്ഞെടുത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥം രചിക്കുന്നതും. അത് പിന്നെ അദ്ദേഹം ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതരായിട്ടുള്ള സുർഖ പോലെ ഉള്ള വലിയ പണ്ഡിതർക്ക് കാണിച്ചു കൊടുക്കുകയും അവരുടെ മുക്തകണ്ഠ പ്രശംസകളെല്ലാം നേടി ലോകത്തിൽ നിന്ന് ഒരു വായിക്കപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു വിജ്ഞാന കുതികികൾ നിർബന്ധമായിട്ടും അവരുടെ വിജ്ഞാനത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും വായിക്കേണ്ട അല്ലെങ്കിൽ അത്രത്തോളം ഫായിദയുള്ള ഒരു ഗ്രന്ഥമാണ് ഖീമത്തുസ്സമൻ ഇൻദൽ ഉലമ എന്ന് പറഞ്ഞ അബൂ ഖുദ്ദയുടെ ഒരു മാസ്റ്റർ പീസായിട്ടുള്ള ഒരു ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ വളരെ ചില നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഇമാമിയങ്ങളൊക്കെ അവരുടെ ജീവിത ചരിത്രത്തിൽ കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ മുഹമ്മദ് ബിൻ ഹസൻ എന്നവരോട് ഒരിക്കൽ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കെന്താണ് ഇങ്ങനെ ഉറക്കൊന്നുമില്ലേ?
അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ചോദ്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ ഇങ്ങനെ ഉറക്കൊഴിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിനെ എന്തുകൊണ്ട് ഇത്രയും മോശമായിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് മുഹമ്മദ് ബിൻ ഹസൻ എന്നവർ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അഥവാ ജനങ്ങളെല്ലാവരും എന്നെ വക്കാലത്തെടുക്കിട്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം തുച്ഛമായിട്ടുള്ള ഒരു കൂട്ടം പണ്ഡിതന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് അവർ നിദ്രയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. ആ ഏൽപ്പിച്ച കർത്തവ്യം ഈ ലോകത്തിന് നിറവേറ്റുന്നത് വരെ നമ്മൾ ഉറങ്ങാൻ പാടില്ലാത്തവരാണ്, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേൽ ഏൽപ്പിച്ചിട്ടുള്ളവരാണ് എന്നുള്ളതാണ്. അബൂ യൂസുഫ് എന്നവരൊക്കെ അവരുടെ ഒരു ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ മരണ വെപ്രാളത്തിൽ പോലും അദ്ദേഹം ഈ ബോധശയായി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ഉണർവ് ലഭിക്കുന്നു. അദ്ദേഹം ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ തിൽമീദിനോട് അദ്ദേഹം ആദ്യമായിട്ട് ചോദിക്കുന്നത്, ഈ ഒരു മസലയിൽ നമ്മൾ എങ്ങനെ ഹുക്കുമ പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഹുക്കുമ പറയും. അത്രത്തോളം ഓരോ അവരുടെ ജീവിത സമയത്തിൽ നിന്നും അവർ ഈ ഒരു ഇൽമിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവരുടെ എല്ലാ ശ്രദ്ധകളും ഈ ഇൽമിന് വേണ്ടി മാത്രം വിനിയോഗിച്ചവരായിരുന്നു. അതുപോലെ ഇമാം ജസിരി എന്നവരെ കുറിച്ച് ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം വലിയൊരു മുഫസ്സിറാണ്, അതുപോലെ വലിയൊരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം ഏകദേശം തഫ്സീർ, ഈ ഖുർആൻ്റെ തഫ്സീർ എഴുതിയിട്ടുള്ളത് 30,000 പേജുകളാണ് എന്നുള്ള. അന്നത്തെ 30,000 പേജുകൾ ഒരാൾ തഫ്സീർ എഴുതണമെങ്കിൽ അത്രത്തോളം അദ്ദേഹത്തിന് ഈ ഒരു വിജ്ഞാനത്തിൽ അവഗാഹം അല്ലെങ്കിൽ ഉൾക്കാഴ്ച അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹം ഈ ഹിസ്റ്റോറി, അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിലും ഇതുപോലെ 30,000-ഓളം ഏടുകൾ ഈ ഒരു എഴുത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് മഹത്തുക്കളെ കുറിച്ച് ഇതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഭക്ഷണക്രമങ്ങൾ, ഇതൊക്കെയാണ് പണ്ഡിതന്മാരെ, നമ്മളൊക്കെ വിചാരിക്കും അവരൊക്കെ ഇത്ര വലിയ ഉന്നതിയിലെത്തിയത് വെറും കേവലമായിട്ടുള്ള ചില സമയങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ മാത്രം വിനിയോഗിച്ചത് കൊണ്ടാണ് എന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. മുഹമ്മദ് ബിൻ ഹസൻ എന്നവർ, അഥവാ ഇമാം അബൂ ഹനീഫ എന്നവരുടെ വലിയ ശിഷ്യനാണ്. അവർ ഒരു വേളയിൽ അവരുടെ വസ്ത്രത്തിൽ വളരെ അഴുക്കായി നിൽക്കുകയാണ്. അപ്പോൾ ചുറ്റുമുള്ള ജനങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ വസ്ത്രത്തെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല? ഈ ജമാൽ എന്ന് പറയുന്നത് ഹുബ്ബുൽ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇൽമിന് വേണ്ടി സമയം വിനിയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്ത് അവർ ധരിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹം വസ്ത്രം മാറ്റുകയുള്ളൂ. അത്രത്തോളം ഈ സമയത്തിന് ഇൽമിന് വേണ്ടി അവർക്ക് അവരുടെ ജീവിതം അർപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഇമാം നവവി തങ്ങൾ, അതുപോലെ നമ്മുടെ അൽഫിയക്കൊക്കെ ഷറഹ് ചെയ്തിട്ടുള്ള ഇബ്നു അഖീൽ എന്നവരൊക്കെ, അവരൊക്കെ ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ എന്നുള്ളതൊക്കെയാണ്. അവരൊക്കെ പലപ്പോഴും ഈ ഒരു ഖുബ്സ്, റൊട്ടിയും അതുപോലെ അതിലേക്ക് വേണ്ടി ചെറിയ വെള്ളം, ഇത് രണ്ടും ചേർത്തുകൊണ്ട് മിക്സാക്കിക്കൊണ്ട് അതിലേക്ക് കാക്ക് എന്ന് പോകുന്ന അന്നത്തെ ഒരു കേക്ക് പോലെയുള്ള ഒരു പലഹാരവും ചേർത്തിട്ട് പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു അവരുടെ ജീവിതക്രമം എന്ന് പറഞ്ഞത്. അഥവാ അവരേറ്റവും സുപ്പീരിയർ കണ്ടിരുന്നത് ഒരു ഇൽമ്, അല്ലെങ്കിൽ ഈ ഇൽമിൻ്റെ വികാസം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അതുപോലെ നമ്മുടെ ഇമാം ഷാഫി തങ്ങളെ ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ഷാഫി തങ്ങൾ ഒരു ദിവസത്തെ അല്ലെങ്കിൽ രാത്രിയെ 3 ഭാഗിക്കുന്നു. അതിൽ സുലുസ് കിതാബിനും, മറ്റൊരു സുലുസ് ഉറക്കത്തിനും, മറ്റൊരു സുലുസ് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും. അങ്ങനെ ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രങ്ങൾ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് മഹത്തുക്കളുടെ ഇൽമിനെ നമ്മൾ എങ്ങനെ കരഗതമാക്കണം എന്നുള്ള ഒരുപാട് സുഭാഷിതങ്ങളാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അതായത് ഒരു മനുഷ്യന് അവൻ്റെ ഇൽമിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് ഹിഫ്ളാണ്. ആ ഹിഫ്ള് അവന് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ഉലമ അല്ലെങ്കിൽ ഇൽമിൻ്റെ വാഗ്മീയത്വം അവനിൽ നിന്ന് എടുത്തു കളയപ്പെടും എന്നുള്ള ഒരു വസ്തുത അവർ പറയുന്നുണ്ട്. അഥവാ ഇമാം നവവി തങ്ങളൊക്കെ, മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ ബസീത്ത് അല്ലെങ്കിൽ വസീത്ത്, ഇതെല്ലാം 400 തവണ മുതാല ചെയ്യുമായിരുന്നു എന്നുള്ളതൊക്കെ ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ തുഹ്ഫയ്ക്കൊക്കെ ഹാഷി ചെയ്തിട്ടുള്ള ഇമാം ഷിറാസി റഹിമഹുല്ല,
അവരൊരു ഖിയാസ് 1000 തവണമെങ്കിലും കൃത്യമായിട്ട് അതിനെ ആവർത്തിച്ച് നോക്കി പരിശോധിച്ച് അതിനെ ഉറപ്പ് വരുത്തിയതിന് ശേഷമേ അടുത്തൊരു ഖിയാസിലേക്ക് നോക്കുള്ളൂ. അത്രത്തോളം അവർ ഈ മുത്താല ചെയ്ത് ഹിഫ്ള് ചെയ്ത് അങ്ങനെ അശാന്തമായ പരിശ്രമം കൊണ്ടാണ് ഇത്രയും നല്ല ഒരു സുഭദ്രമായിട്ടുള്ള ഒരു ശരീഅത്ത് അല്ലെങ്കിൽ ഒരു മദ്ഹബ് അല്ലെങ്കിൽ ഹുക്കുമ് ഇതെല്ലാം നമുക്ക് ഇത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇമാം നവവി തങ്ങൾ ഒരു ദർസ് അത് തന്നെ 20 വട്ടമെല്ലാം ശിഷ്യന്മാർക്ക് എടുത്തു കൊടുക്കും. അതുപോലെ ഇമാം നവവി തങ്ങൾ ഓരോ വിഷയങ്ങളും 20ഓളം തവണ വളരെ തഹ്കീക്കായിട്ട് ലൊബത്തായിട്ട് ഇമാം നവവി തങ്ങളുടെ ഉസ്താദിന് അതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത്രത്തോളം കൃത്യമായിട്ട് സമയത്തെ മുഴുവൻ സമയത്തെയും വിജ്ഞാനത്തിന് വേണ്ടി ചെലവഴിച്ചവരായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ഉലമാക്കൾ അവർ സമയത്തിനെ എങ്ങനെ ചെലവഴിച്ചു, അവരുടെ വിജ്ഞാനത്തിന് ഏത് രീതിയിൽ എത്രത്തോളം എഫക്റ്റായിട്ടുള്ള രീതിയിൽ വിജ്ഞാനത്തിന് അവർ സമയം മാറ്റിവെച്ചു എന്നുള്ളൊരു ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥമാണ്. ഇതിൻ്റെ ഒരു ബാക്കി പത്രമാണ് സഫഹാത്തു മിൻ സബരിൽ ഉലമ എന്ന് പറഞ്ഞിട്ടുള്ള അബൂ ഉദ്ദയുടെ മറ്റൊരു ഗ്രന്ഥം. അങ്ങനെ ഉലമാക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിജ്ഞാനത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ വിജ്ഞാനത്തിന് വേണ്ടി ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഇതിലേക്ക് അല്ലെങ്കിൽ വിജ്ഞാനത്തെ കൂടുതൽ അതിനോട് കൂടുതൽ അഭിരുചിയുള്ള വ്യക്തിത്വങ്ങൾ ഇത് നിർബന്ധമായിട്ടും ഒരാവർത്തിയെങ്കിലും നമ്മൾ കണ്ണോടിച്ച് പോയാൽ അനിവാര്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.